സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോറോ. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ടൊരു ഏകദേശം ഒരു 12-13 ദിവസത്തിന് മേളിലായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ പറഞ്ഞായിരുന്നു എന്താണ് കാരണമെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നാണ് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗെയിം പ്ലേ വീഡിയോ ആണ്. സോ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിരിക്കും, സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് മറന്നു പോകുന്നത് ഗൈസ്, നിങ്ങളും അതുപോലെ തന്നെ മറന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ഞാൻ വലിയ 1K 100K ലൈക്ക് എന്നൊന്നും പറയുന്നത് ഒരു 10 ലൈക്കാണ്, ഒരു 10 ലൈക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പേരാണ് നമ്മൾ ഹൊറർ ഗെയിം ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഗെയിമിൻ്റെ പേരാണ് പ്രോജക്റ്റ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗെയിം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ തോന്നി, അപ്പം നമ്മൾ അതാണ് കളിക്കാൻ പോകുന്നത്. സോ ഗെയിമിലോട്ട് പോകുന്ന മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തേക്കോ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഇഷ്ടപ്പെട്ട ഒരു പച്ച കളറോ ചുമന്ന കളറോ ഇഷ്ടമുള്ള ഒരു ആപ്പ് കമൻറ്റ് ചെയ്യുക. വീഡിയോക്ക് അതിന് കുഴപ്പമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചു, ഞാൻ താഴെ കൊടുത്തേക്കാം. ചുമ്മാ ഫോളോ ചെയ്ത് വെച്ചോ, അതിൽ കാരണമില്ല. സോ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് ഇതാണ് ഗെയിമിൻ്റെ ഇൻ്റർഫേസ്. അപ്പോൾ ഗൈസ് ഈ ഗെയിം എന്ന് പറയുമ്പോൾ ഒരു ഹൊററാണ്. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഹൊറർ ഗെയിമാണെന്ന് തോന്നുന്നു ഗൈസ്. സോ നമുക്ക് സൗണ്ട് ഓഫ് ചെയ്യാം, കോപ്പിറൈറ്റ് ഇതിലെ വഴി വരുമെന്ന് ആർക്കും അറിയത്തില്ല. സോ ഇതിനകത്ത് മൾട്ടിപ്ലെയർ, ലാംഗ്വേജ്, എക്സെപ്റ്റ്, ന്യൂ ഗെയിം. അപ്പോൾ മൾട്ടിപ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നതായിരിക്കും. ലാംഗ്വേജ് ഏതൊക്കെയുണ്ട്? ഇംഗ്ലീഷ് ആൻഡ് സ്പാനിഷ്. അപ്പോൾ ഗൈസ് നമുക്ക് ന്യൂ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. സോ ഇതിനകത്ത് പ്രാക്ടിക്കലുണ്ട്, ഈസി, നോർമൽ, ഹാഡ്, ഈ മൂന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ നോർമലിട്ട് കളിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഗെയിം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ഈസി ഇടാം കൈസ്, എന്ന് വെച്ചാൽ ഗെയിം ആദ്യമായിട്ട് കളിക്കുന്ന കാരണം ഈസി ഇട്ട് കളിച്ചാൽ മതി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈസി ആയിട്ട് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് ഗെയിം. അതിന് മുമ്പ് നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഗൈസ് മറക്കണ്ട കേട്ടോ, അത് ഒന്ന് ചെയ്ത് വെച്ചത്. സോ ഗൈസ് ഏത് സ്റ്റോറിയാന്ന് തോന്നുന്നു. ഓൺലി ടു സ്കിപ്പ് സിനിമാറ്റിക്. ഏതോ സിനിമാറ്റിക്കിൽ ഏതോ ഒരു ഷൂട്ടാന്ന് തോന്നുന്നു. ഇതാന്ന് തോന്നുന്നു നമ്മുടെ പ്രേതം തോന്നുന്നു. പ്രേതത്തിന് സാധനം ഇല്ലേ? നമ്മുടെ ഡോക്ടറാണ്. തോക്കുന്നുണ്ടോ? എന്ത് പറ്റി? നമ്മളെന്ന് തോന്നുന്നു ഗൈസ്, നമ്മളോട് എന്തോ ഓണാക്കാൻ പറഞ്ഞു. സോ ഗൈസ് അതിൻ്റെ ഡോക്ടർ ഇറങ്ങി വേണം. അയ്യോ ഡേ, അവൻ എണ്ണിച്ച് അവനോട് എണ്ണിച്ച് അവിടെ എണ്ണിച്ച് ഡോക്ടറെ തിന്നു. നമ്മളവിടെ ഓടിയെന്ന് തോന്നുന്നു. സോ ഗൈസ് നമ്മളവിടെ ഓടിയെന്ന് തോന്നുന്നു. ഡോക്ടറിനെ തിന്നവൻ. അപ്പോൾ ഡോക്ടർ ചത്ത്. സോ ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഏതോ ഒരു റൂമിനകത്ത് ഒളിഞ്ഞു അവിടെ വന്ന് കിടക്കുവാണ്. സോ ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. എനിക്കിപ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ട് ഗൈസ്. നമുക്ക് അനങ്ങാൻ, അയ്യോ ക്യാമറ തിരിക്കാൻ പറ്റത്തില്ലേ? ഗൈസ് എനിക്ക് ക്യാമറ തിരിക്കാൻ പറ്റുന്നില്ല. എടാ ക്യാമറ തിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് വേണ്ടേ? സോ ബാഗിനകത്തൊന്നുമില്ല. ബാക്ക് പാക്ക്. സോ ലൈറ്റ് ഉണ്ട്, ടോർച്ചുണ്ട്. ഇങ്ങനെ ഒഴിയാം. സോ ഇതിൻ്റെ അടി ഒളിയാം, ഇറങ്ങാം. ക്യാമറ എനിക്ക് തിരിക്കാൻ പറ്റുന്നില്ല. ഗെയിം സ്റ്റാർട്ട്. ഇപ്പം തിരിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്, ഇപ്പം എനിക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ് ഇപ്പം തിരിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ റൂമെന്ന് തോന്നുന്നു. സോ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കളിക്കുക. ഇത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. സോ ഡ്രോയൊക്കെ തുറക്കാൻ പറ്റുമോ? തുറക്കാൻ പറ്റും. ഇത് തന്നെ ഉണ്ടോ? സോ ഇതിനകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് താഴത്തെ ഡ്രോ തുറക്കാം. അതിനകത്തൊന്നുമില്ല. അതിൻ്റെ താഴത്തെ ഡ്രോയിലൊന്നുമില്ല. ഇതിൻ്റെ അകത്തും ഒന്നുമില്ല. അതൊന്നും ഇല്ലടേ. സോ ഇതിനകത്ത് ഒളിയാനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹൊറർ ഗെയിമിനകത്ത് ഒളിയാൻ സ്പോട്ടിൽ ഞാൻ ചത്തായിരുന്നേനെ. സോ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്തും ഒന്നുമില്ലേ? സോ എനിക്ക് ടോർച്ചുണ്ട് എൻ്റെ കയ്യിൽ. സോ ഇവിടെ എന്തൊരു പൊട്ടിയൊരു പൈപ്പുണ്ട്. ഇത് കട്ടില്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ അടി ഒളിയാൻ പറ്റും തോന്നുന്നു ഗൈസ്. ഓക്കെ, ഇതിൻ്റെ അടി ഒളിയാൻ പറ്റും. സോ വാല് തുറക്കാൻ പറ്റുമോ? സോ എനിക്ക് വാല് തുറക്കാം. സോ ഗൈസ് സോ നമുക്ക് അപ്പുറം പോയി നോക്കാം. സോ എനിക്ക് ഈ റൂം തുറക്കാൻ വരുന്നുണ്ട്. സോ അടച്ചിരിക്കട്ടെ, ഇവിടെ വല്ലതും ഉണ്ടോ നോക്കട്ടെ. സോ ഇവിടെ ഒരു സിറിഞ്ചുണ്ട്, കുറച്ച് മരുന്നൊക്കെ ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ കുറച്ച് സിറിഞ്ചൊക്കെ ഉണ്ട്. നമുക്ക് ഒളിയാൻ തോന്നുന്നു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒളിയാം. സോ ഇവിടെയും ഡോറുണ്ട്. സോ എനിക്കിപ്പോൾ തന്നെ പേടിയാണെടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ തുറന്നു ഗൈസ്.
ഗൈസ് ഫ്രണ്ടിലോട്ട് ഇവിടെ എന്താ കാണിക്കുന്നത്, ഇവിടെ എന്താ ബാറ്ററി കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബാറ്ററി എടുക്കാം. സോ നമ്മൾ ടോർച്ചിന് ബാറ്ററി ആവശ്യമുണ്ട്. സോ ഇവിടെയും ഒരു റൂമുണ്ട് ഗൈസ്. ഡോർ അടയ്ക്കട്ടെ. സ്വിച്ച് ഇടാവോ? സ്വിച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ആ സ്വിച്ച് ഓണാ ഗൈസ്. സോ ഇവിടെയും ഒളിയുന്ന സ്ഥലം കുറേ ഉണ്ട് ഗൈസ്. സോ തുറക്കട്ടെ. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? സോ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. പിന്നെ ഇവിടെ കുറച്ച് എന്തൊക്കെയോ ഉണ്ട്. സോ ഗൈസ് ഇനി നമുക്ക് അപ്പുറത്ത് ഓരോ റൂം നോക്കി പോകാം ഗൈസ്. എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. സോ ഈ കളി എനിക്ക് അറിഞ്ഞുകൂടത് എന്താ ചെയ്യേണ്ടതിന്. സോ ഗൈസ് എനിക്ക് 2 ദിവസം ഭയങ്കര ചുമയാണ്, എന്തെന്ന് അറിഞ്ഞുകൂടാ. സോ ഗൈസ് നമുക്കിനി തുറന്ന് നോക്കട്ടെ. ഇത് ഭയങ്കര സ്പീസ്, ഇതുകൊണ്ട് ഇത് ഭയങ്കര സ്മൂത്തായത്. സോ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് വലിയ ഉപയോഗ സാധനമൊന്നും ഇല്ല. ഇതിൻ്റെ അതും ഇല്ല. ഇവിടെ ഒരു ഒളിയാൻ കട്ടിൽ മാത്രമുണ്ട്. പേടിയുണ്ട് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞ് ഹൊറർ ഗെയിം കളിക്കാനേ താല്പര്യമില്ല. അവിടെ വല്ല റൂമുണ്ട്. ഇവിടെ നിന്ന് വന്നതല്ലേ നമ്മളിപ്പം. സോ ഇവിടെ ഉണ്ട് ഗൈസ് റൂം. എല്ലാ റൂമും നോക്കട്ടെ, ആക്കട്ടെ ആദ്യം. സോ ഇവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. സോ ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല. അതിനകത്തൊന്നുമില്ല. ഇവിടെ ടി വി ഉണ്ട്. ഇട്ട് കാണാൻ പറ്റുമോ? ടി വി ഇടാൻ പറ്റുമോ? പക്ഷേ ടി വി ഇടാൻ പറ്റത്തില്ല. ഷോ ഇവിടെ കട്ടിലുണ്ട്. 5 മിനിറ്റ് ഇരിക്കട്ടെ. എനിക്ക് എന്തോ പേടിയാണ് ഗൈസ് ഇത് കളിക്കും. ഭയങ്കര എന്തോ എനിക്കിതുവരെ ഈ ടോർച്ച് ചുമ്മാ ഓൺ ചെയ്ത് തരാതെ. എനിക്ക് ഹൊറർ ഗെയിം കളിക്കാൻ ഇഷ്ടമല്ല. ഇച്ചിരി ലൈറ്റും ഇല്ല, അത് വേറെ പ്രശ്നം. തുറക്കാൻ പറ്റുമോ? സോ അത് ലോക്കാണ് ഗൈസ്. അയ്യോ അതിൽ വരുന്നുണ്ട്. ഓ നമ്മളോട് ബാത്റൂം കീ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നേ. സോ ബാത്റൂം കീ കണ്ടുപിടിക്കാനായിട്ട് ഒച്ച കേട്ടാൽ ഞാൻ പേടിച്ച് ഗൈസ്. ബാത്റൂം കീ എവിടെയാ? ബാത്റൂം കീ ഇവിടെ ഒരു റൂമിലും ബാത്റൂം കീ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഭയങ്കര ഇരുട്ട്. ഇവിടെ റൂമുണ്ടല്ലോ. സോ ഇവിടെ ഒന്നും ബാത്റൂം കീ എവിടെയാ? അതിനകത്ത് പാത്രം ഇരിപ്പുണ്ട്. പാത്രമൊന്നും എനിക്ക് വേണ്ട. സോ ഗൈസ് ഇനി നമുക്ക് പോകാനുള്ളതാണ്. നേരെ ഒരു റൂമുണ്ട്, അതും കൂടെ കയറി നോക്കണം. സോ ഗൈസ് എൻ്റെ ടോർച്ചിൻ്റെ ലൈറ്റ് തീരാറായി, അതുകൊണ്ട് നമുക്ക് ഇനി ടോർച്ച് യൂസ് ചെയ്ത് നോക്കാം. സോ നമുക്കിനി തുറക്കാമല്ലേ? സോ ഗൈസ് അവിടെ എന്തോ ഞാൻ കണ്ടായിരുന്നല്ലോ, ബാറ്ററി. സോ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ബാറ്ററി നമുക്ക് തീർക്കണ്ട ഗൈസ്, ഇരിക്കട്ടെ. നമുക്ക് ടോർച്ച് ആവശ്യത്തിനെടുത്താൽ 3 കട്ടയുള്ളൂ അതിനകത്ത്, ഇതിനകത്ത്. സോ നമുക്ക് എന്തോ ഒരു കീ കിട്ടിയിട്ടുണ്ട്. എന്ത് കീ കിട്ടിയേക്കുന്നത്? സോ ഞങ്ങൾക്ക് ബാത്റൂം കീ കിട്ടിയിട്ടുണ്ട്. ബാത്റൂം കീ കിട്ടി. ഇനി ബാത്റൂമിലോട്ട് പോകാം. ബാത്റൂമിൽ പോയിട്ട് തൂറാനാ? അയ്യോ പെട്ടെന്ന് അവിടെ കണ്ടില്ല. അതല്ലേ ബാത്റൂം കീ. അതോട്ടപ്പോഴല്ലേ ബാത്റൂം കീ ഫൈൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ. സോ എനിക്ക് തോന്നുന്നു ഇതാ ബാത്റൂം കീ എന്ന്. സോ എക്സാക്ട്ലി ഇതാണ് ബാത്റൂം കീ. ബാത്റൂമിൽ ആരും കാണാൻ ചാൻസ് ഇല്ല. എന്തോന്നാ ഇത്? ഇവിടെ എന്നെ ഫുൾ ബാത്റൂമിൽ ഫുള്ള് ചോരയാ. ബാത്റൂമിൽ വല്ലതും ഉണ്ടോ നോക്കാം. ഇതെന്ത് ബാത്റൂമൊക്കെ ഫ്രഷ് ബാത്റൂം ആണെന്ന് തോന്നുന്നു വയസ്സ്. എന്തോ എനിക്കൊന്ന് കിട്ടിയില്ല. എന്തുവാണ് അതെന്തുവാ അത്? സോ ഇതിലെ കൂടെ ഒരു വഴിയുണ്ട്. എങ്ങോട്ട് പോകുന്ന? ഒരു തേങ്ങയും കാണുന്നില്ല. ഇത് താഴത്തോട്ട് വീഴുമെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തോ ഇവിടെ എന്തോ ഒരു സാധനം നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. സോ അയ്യോ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അടിയിൽ എന്തോ ഒരു വലിയ കുഴിയാണ് ഗൈസ്. ഇങ്ങോട്ട് ഇറങ്ങണോ ഞാൻ? ഇനി ചത്തുപോകത്തില്ലേ? സോ ഇനി എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന മുമ്പ് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അവിടെ. അങ്ങനത്തെ പച്ച കളറിൽ എന്തോ ഉണ്ട്, അങ്ങോട്ട് ഞാൻ പോയില്ല. സോ ഇങ്ങോട്ടും എന്തൊക്കെയോ ഉണ്ട്. എലമെൻ്ററി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ് പോലത്തെ സാധനമാണോ? എനിക്കെന്തോ എലമെൻ്ററിയുടെ ഗിയർ കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾ തുറക്കാം. ഇവിടെ ഭയങ്കര ഇരുട്ട് ഗൈസ്. അതാ കുഴപ്പം. വെറുതെ അല്ലേ ഇവർ ടോർച്ച് തന്നു ഇതാകുന്നത്.
ഒന്നും കാണുന്നില്ല. ഇങ്ങോട്ട് കുഴി വല്ലതും ആണോ? അങ്ങോട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. കണ്ടില്ല ഗൈസ്, അങ്ങോട്ട് പോയി നോക്കട്ടെ. സോ ഇങ്ങോട്ടേക്ക് എന്താ ഇവിടെ എൻ്റെ ടോർച്ചിൻ്റെ വെടിക്കിട്ടിപ്പോൾ തീരും ഗൈസ്. സോ ഗൈസ് ഇതിൻ്റെ അടിയിലോട്ട് എന്തോ ഉണ്ട് ഗൈസ്. എനിക്ക് അങ്ങോട്ട് പോകാനും പേടി. അത് വേറെ കാര്യം. താഴെ വീണ ചാകുമോയെന്നും അറിയത്തില്ല. അങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലോ? നമുക്ക് തിരിച്ച് മേലോട്ടും കയറാൻ പറ്റുമോ? സോ ഗൈസ് നമുക്ക് തിരിച്ച് മേലോട്ടും കയറാൻ വേണ്ടി താഴത്തോട്ട് ഇറങ്ങാനും പറ്റും. സോ എനിക്ക് ഇറങ്ങി നോക്കാം. സോ എൻ്റെ ബാറ്ററിയുടെ വെടിക്കെട്ട് തീരാ, ടോർച്ചിൻ്റെ വെടിക്കെട്ട് ഇപ്പോൾ തീരും. സോ ഡെഡ് ബോഡി എന്തിനാ? അത് ഡെഡ് ബോഡിയാ? തൊല്ല എണ്ണിച്ചിരിക്കൂടാ ഇനി. ഗൈസ് എൻ്റെ ടോർച്ചിൻ്റെ വെടിക്കെട്ട് തീർന്ന് ഗൈസ്, അതെനിക്ക് പേടി. സോ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ എന്തോ ഉണ്ടല്ലോ. സോ ഗൈസ് നമുക്ക് ഹെൽത്ത് കുറഞ്ഞാൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. യെസ്, അതുപോലെ തന്നെ എന്തോ ഒന്തി കാണിച്ചു. ഞാൻ ബാത്റൂം കീ കണ്ടുപിടിച്ച്. വേറെ എന്തെങ്കിലും ക്ലൂ കാണാം. ഇനി എന്താ ചെയ്യണ്ടേ? ഇവിടെ 3 ഡെഡ് ബോഡി കിടപ്പുണ്ട്. ഇതെന്തോന്നാ? ഒളിയാൻ തോന്നുന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഒളിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കുനിഞ്ഞിരിക്കും ഇങ്ങനെ. ഗൈസ് ഇപ്പോഴൊരു ആശ്വാസം വന്നേ. സോ ഗൈസ് ഇവിടെ കുറേ ബോക്സ് ഉണ്ട്. നമുക്ക് താഴെ തുറക്കാം. ഒന്നുമില്ല. അതിനെ തന്നെ ഉണ്ടല്ലോ. അതെന്തോന്നാ? റോഡ് ഓഫ് കേബിൾസ്. ഇതൊക്കെ എന്ത് യൂസാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങോട്ടാണ്? ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്. സോ ഗൈസ് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടി. എന്ന് വെച്ചാൽ എൻ്റെ ടോർച്ച് കണ്ടില്ലേ? ഇപ്പോൾ ഓഫാവാ സാധനം. യോ കയറി യോ. സോ ഗൈസ് എനിക്കിത് മനസ്സിലായി എന്താ ചെയ്യേണ്ടതെന്ന്. സൈസ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ചത്തുവെന്നാണ് പറഞ്ഞേ. സോ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. ഈസി ഇട്ട് നോക്കട്ടെ. പക്ഷെ ഞാൻ പേടിച്ച് ഞാൻ അതിനകത്ത് കയറാൻ നോക്കി. എനിക്ക് കയറാൻ പറ്റത്തില്ല. എനിക്ക് സൗണ്ട് കിട്ടുമ്പോൾ ഞാൻ കയറാൻ നോക്കി. സോ കയറാൻ പറ്റിയില്ല. സോ ഗൈസ് ഇതൊരു ഊള ഗെയിം. ഇത് എന്ത് ഗെയിം? ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണ്ടേ? സോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇടാം ഗൈസ്. ഇതെങ്ങനെ കംപ്ലീറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഈ പക്ഷേ നമുക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഗൈസ്. നമുക്ക് ആദ്യം തുറന്ന് നോക്കട്ടെ. ഇത് ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേ കൂടെ ഒരു വഴി കണ്ടില്ലേ? ഞാൻ അതിലേ പോയി നോക്കുവാണ്. ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. സോ ഇതിലേ കൂടെ ഒരു വഴിയുണ്ട് ഗൈസ്. ഈ വഴി എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ വഴി കൂടെ പോകുന്നത് എനിക്ക് ഇച്ചിരി പേടിയാണ്. സോ നമുക്ക് ഈ വഴി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കട്ടെ. ഇതിലെ വഴിയെല്ലാം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇതൊരു ഇടവഴി ഉണ്ടല്ലോ. എന്നാൽ ഇടവഴിയിലോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇങ്ങോട്ട് പോകാം. നല്ല ഇരുട്ട്. ഇതൊക്കെ എങ്ങോട്ടാണോ ഈ വഴിയൊക്കെ പോകുന്നത്? ഒരു തേങ്ങയും കണ്ടുകൂടാ. അതാ മെയിൻ കുഴപ്പം. സോ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ കുറച്ച് എന്തൊന്നടാ ഇത്? ഏതോ ഇവിടെ ഒന്നും കാണുന്ന കൂടിയില്ല. അതാ വേറെ വിഷയം. അങ്ങോട്ട് ഇത് എന്തൊന്നടാ ഇത്? ഇത് ഏത് കാട്ടിനകത്താടാ വന്ന് ഇറങ്ങിയേക്കുന്നത് ഞാൻ? സോ ഇതിലെ കൂടെ ഒരു വഴി. ഇത് കഴിഞ്ഞ് വഴിയില്ലേ? സോ ഞാൻ പറ്റിക്കപ്പെട്ടു. ഇത് കഴിഞ്ഞ് വഴിയില്ലെന്ന് തോന്നുന്നു. എടാ എനിക്കിതിലെ വഴി പോകാൻ പേടിയാണ്. ഉള്ള കാര്യം ഞാൻ പറയാം. സോ നേരെ തന്നെ പോകാം. ഒരു തേങ്ങയും കണ്ടുകൂടാ. അതാ ഉള്ള കാര്യം പറയാം. സോ ഇവിടെ ഒരു വഴി. ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ ക്ലോസ് എഴുതിയിട്ടുണ്ട്, ഓപ്പൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും തുറക്കണമെങ്കിൽ ഇതെല്ലാം പൊട്ടിക്കണം. ഈ പ്ലാങ്ക് എല്ലാം പൊട്ടിച്ചാൽ. എനിക്കെന്തോ ഒച്ച കേട്ട്. സോ ഗൈസ് ഇതെല്ലാം പൊട്ടിക്കണം. ഇത് കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ഇല്ല.
ഇതിന് ചുറ്റിക വേണം. ഇതെന്തോന്ന് ചെയ്യുക? ഇവിടെ എന്തേലൊക്കെ ക്ലൂ താടേ. എമർജൻസിക്ക് ഇത് എമർജൻസിക്ക്. സോ അങ്ങോട്ട് പോകാനുള്ള ഇതിൻ്റെ ടോർച്ചിൻ്റെ വെട്ടം തീർന്നു ഞാൻ മൂഞ്ചി ഇങ്ങോട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. വന്ന വഴി അറിയത്തില്ല, പോയ വഴി അറിയത്തില്ല ഞാൻ. സോ ഇനി വന്ന വഴി കൂടെ തിരിച്ചു പോയി നോക്കട്ടെ. ഉമ്മാരി ഇരുട്ടുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇവിടെയൊക്കെ ബൾബ് കത്തിച്ചിട്ടുണ്ട്. ആർക്കെ കാണിക്കാനാണോ ദൈവമേ? അയ്യോ ഇങ്ങോട്ട് വഴിയില്ലടാ. വഴിയുണ്ട്, കയറാൻ പറ്റും. സോ അങ്ങോട്ടേക്കാണ് നമ്മൾ എസ്കേപ്പ് ആകാനുള്ള വഴി കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ എന്താ സ്ഥലം? സോ ഇവിടെ എന്തോ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഐ ഫൗണ്ട് ഇത് വൈ ഔട്ട്. ഇത് എറൗണ്ടിങ് ദ മീറ്ററിൽ ദ ഗെറ്റ് ദ ബ്ലോക്ക്ഡ് വിത്ത് ദ പ്ലാങ്ക്സ് ലോസ്റ്റ് ദ ഓഫ് ദ ദെൻ ടു മൈ അൺവാണ്ടഡ് പാഡ്ലോക്ക് എന്ന് വെച്ചാൽ എന്തോന്നാണ് സാധനം? പാഡ്ലോക്ക് എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ടോർച്ച് കത്ത്. I find the food everywhere, but Lin the come the from now the all up to why Tom ആണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. വെൽക്കർസ് എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ആ വഴി കണ്ടെത്തി. സോ ഗൈസ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പോയി കണ്ടില്ല, ആ വഴി അവൾ കണ്ടെത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് അവളെ സമ്മതിച്ചില്ല. അതായത് നമ്മൾ നേരത്തെ പിടിച്ച യക്ഷിയില്ലേ, മന്ത്രക്കാൾ യക്ഷി, അവൾ സമ്മതിപ്പിച്ചില്ല. അപ്പം ഇവൻ മറ്റേ റൈറ്റ് സൈഡിലുള്ള മറ്റേ റൈറ്റാണോ ലെഫ്റ്റാണോ ആ സൈഡിലുള്ള ഒരു തുരുമ്പിച്ച ഗേറ്റില്ലേ, അത് അവളാണ് ചെയ്ത് വെച്ചത്, അങ്ങനെ അടച്ചു വെച്ചത്. അതിൻ്റെ കൂടെയാണ് രക്ഷപ്പെടേണ്ടത്. സോ ഇവൾക്ക് ഇവിടുന്ന് വിശപ്പ് ഫുഡ് കഴിച്ച് ഇവൾക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടിയില്ല. എന്നാലും അവൾ അവിടുന്ന് മുന്നോട്ട് പോയെന്നാണ് തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നു. മുന്നോട്ട് പോയെന്നാണ് തോന്നുന്നു ഗൈസ്. പിന്നെ ഇത് എഴുതിയത് ടോം വാർക്കറാണ് എഴുതിയത് ഗൈസ്. ഇത് എഴുതി വെച്ചിട്ട് പോയത്. പിന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ഗൈസ്. ഇതാണ് ഈ ലെറ്റർ. പ്ലീസ് നമുക്ക് ഗെയിം കളിക്കാൻ ബാക്കി. എൻ്റെ ടോർച്ച് ഇപ്പോൾ ചാകും. അതിന് നീ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് വന്നേ? പോ, എനിക്ക് വേണ്ട. എൻ്റെ പൊന്നാണ്. ഇതുകൊണ്ടോ ഇവിടെ ഒരു തേങ്ങയും കാണുന്നത്? ഇതെന്ത് സാധനം? സോ ഗൈസ് നമ്മുടെ 2 സെറ്റി പീനുണ്ട്. ഈ സെറ്റി പീനെ കൊണ്ട് എന്നാ എനിക്ക് അറിഞ്ഞൂടാ. സെറ്റി പീൻ കയ്യിരിപ്പുണ്ട്. ഇതെന്തുവാണ് ഇവിടെ? എന്തൊക്കെയാണ് ഉള്ളത്? ഇതെന്തുവാ? അത് മെഡിക്കറ്റാണ് ഗൈസ്. നമുക്ക് ഹെൽത്ത് കുറയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ അവൻ വരുമെന്നാണ് അർത്ഥം. സോ ഗൈസ് എനിക്കാകെ ഉള്ളൊരു ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴി ഏതാണെന്ന് ഓർമ്മയില്ലല്ലോ. ഇതിലേ പോകാം. സോ ഇതിലേക്കേ പോകുന്നുണ്ട്. ഇതിലേ പോകുന്നതെന്ന് ആർക്കറിയാം? ഓക്കെ, മേലോട്ട് കയറാൻ പറ്റുന്നു ഒന്ന്. സോ ഇതെങ്ങോട്ടാ ഇത് വഴിയൊക്കെ പോകുന്നത്? എനിക്ക് തേങ്ങ കണ്ടുകൂടാ. അയ്യോ ഇത്തിരി പോയാ ഞാൻ. ഇവിടെ ഒരു വഴിയില്ല. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. സോ വന്നിട്ടുണ്ട്. സോ നമുക്ക് എസ്കേപ്പ് ആകാനുള്ള വഴി അതാണെന്ന് തോന്നുന്നു ഗൈസ്. സോ ബാത്റൂം കണ്ടുപിടിച്ച് ബാത്റൂം കീ തുറന്നു. ഞാൻ തന്നെ അടഞ്ഞല്ലോ. സോ ഇത് ബാത്റൂമാണെന്ന് തോന്നുന്നു. ബാത്റൂം തോന്നുന്നല്ല, ബാത്റൂമാ. സോ ഗൈസ് താഴത്തോട്ട് ഇറങ്ങണം. എനിക്ക് താഴത്തോട്ട് ഇറങ്ങാൻ പേടിയാ. ശുഭമായിട്ടുണ്ട്. ശുഭം. ടോർച്ച് കത്ത്. അപ്പോൾ ഗൈസ് എനിക്ക് ഈ ഗെയിം പ്ലേ ഇവിടെ വെച്ച് അവസാനിക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടോർച്ച് കത്ത്. പിന്നെ ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ താഴെ ഇറങ്ങി പിന്നെയും പേടിക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ ഗൈസ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളവർക്ക് ഈ വീഡിയോക്ക് എന്തോ ഒരു കോപ്പിൽ എൻഡിങ് ആയി പോയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഹൊറർ ഗെയിം എന്ന് വെച്ചാൽ പേടിയാണ്. പിന്നെ ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് കളിക്കുന്നതേ ഉള്ളൂ. ഞാൻ അടുത്ത പക്ഷേ ഇതിൻ്റെ കളിയെല്ലാം പഠിച്ചിട്ട് വന്ന് ഞാൻ കളിക്കാം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. ബൈ ഗൈസ്.